എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും, ചപ്പാത്തിയുടെ കൂടെയും, അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലിയും, പിന്നെ ഒരു 4 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന സവാള ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക. അതുപോലെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നവരെ നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2 ക്യാരറ്റും അതുപോലെ ഒരു 2 പൊട്ടറ്റോയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കോളിഫ്ലവറും അതുപോലെ ബീൻസും ഗ്രീൻ പീസും ഒക്കെ ഇതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് പകരം നമുക്ക് വേണമെങ്കിൽ ബീഫും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലടിക്കാം. അപ്പോഴേക്കും ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ വെജിറ്റബിളൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറി തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.